സ്നേഹമുള്ളവരെ, നമ്മൾ ഈ മരിയ ശാന്തി ഭവൻ ഈ ആലയത്തിലേക്ക് കയറി വന്നാൽ ഇവിടെ നിറഞ്ഞു നിൽക്കുന്ന രണ്ട് പ്രത്യേകതകളുണ്ട്. ഒന്നാമത്തെ പ്രത്യേകത ഇവിടുത്തെ അന്തേവാസികളുടെ തന്നെ ആ മുഖത്തുള്ള ചൈതന്യവും ഉള്ളിലുള്ള സ്നേഹമൊക്കെയാണ്. അവർ മരിയ ശാന്തി ഭവനിലേക്ക് വരാനായിട്ട് ചിലപ്പോൾ ജീവിതത്തിലെ വ്യത്യസ്തമായ കാരണങ്ങളുണ്ടാകാം. ആ കാരണങ്ങൾ അവരെ ചിലപ്പോൾ മനസ്സിൽ നൊമ്പരമായും വേദനയായും, ചിലരിലൊക്കെ ഉള്ളിൽ മക്കൾ നോക്കുന്നില്ല, അല്ലെങ്കിൽ പ്രായമായ സമയത്ത് വേണ്ട രീതിയിലുള്ള ശ്രദ്ധ കിട്ടുന്നില്ല എന്നുള്ളതായ കാരണത്തിൻ്റെയൊക്കെ ചില മാനസിക മുറിവുകളും ഉള്ളിൽ ദേഷ്യവും വെറുപ്പൊക്കെ ഉള്ളവരും ഉണ്ടാകാം. പക്ഷേ ഏത് തലങ്ങളിലായവരും, അല്ലെങ്കിൽ ഇന്നലകളിലെ ജീവിതത്തിൽ നൊമ്പരത്തിൻ്റെയോ മാനസിക സംഘർഷങ്ങളുടെയോ മറ്റേതെങ്കിലും തരത്തിലുള്ള ഭാരത്തിൻ്റെതായ അവസ്ഥകൾ ഉള്ള അമ്മച്ചിമാരാണ് മരിയ ശാന്തി ഭവനിലേക്ക് വരുന്നതെങ്കിലും ഇവിടെ വന്നു കഴിഞ്ഞാൽ അന്തേവാസികളിലെ ഒരു പ്രത്യേകത, ഇവരെല്ലാവരും ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ ഒന്നോ രണ്ടോ അതിലധികമോ ധ്യാനം കൂടി ആത്മീയമായ ഒരു ചൈതന്യവും നിറവും സ്വീകരിച്ചതിന് ശേഷമാണ് ഞങ്ങൾ മരിയ ശാന്തി ഭവനിലേക്ക് അമ്മച്ചിമാരെ സ്വീകരിക്കുക. അവർ ഇവിടെ ആയിരിക്കുമ്പോൾ എല്ലാ ദിവസവും വിശുദ്ധ കുർബാന ഇവർക്കായിട്ട് ഉണ്ട്. വിശുദ്ധ കുർബാന കഴിഞ്ഞ് രാവിലത്തെ പ്രഭാത ഭക്ഷണവും കഴിഞ്ഞ ശേഷം ഇവിടെ ദിവസം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ദിവ്യകാരുണ്യ ആരാധന, ഈ ദിവ്യകാരുണ്യ ആരാധനയുടെ മുമ്പിൽ ആയിരുന്ന് അമ്മച്ചിമാർ പ്രാർത്ഥിക്കുകയും വചനം വായിക്കുകയും ഒപ്പം ഡിവൈൻ ധ്യാന കേന്ദ്രത്തിന് വേണ്ടി, ലോകം മുഴുവന് വേണ്ടി, അതുപോലെ തന്നെ CMC കോൺഗ്രിഗേഷന് വേണ്ടി, പ്രത്യേകിച്ച് മേരിമാത പ്രോവിൻസിന് വേണ്ടി, അവിടെയുള്ള സിസ്റ്റേഴ്സിൻ്റെ വ്യത്യസ്തമായിട്ടുള്ള ശുശ്രൂഷയുടെ വിജയത്തിന് വേണ്ടി എല്ലാം പ്രാർത്ഥിക്കുന്ന അമ്മച്ചിമാർ, അത് മുട്ടുകുത്തി കണ്ണീരൊഴുക്കി പ്രാർത്ഥിക്കുന്ന ആ അമ്മച്ചിമാരുടെ പ്രാർത്ഥനാ ചൈതന്യം കാണുമ്പോൾ അവരുടെ ഇന്നലകളിലെ ജീവിതത്തിലെ ദുഃഖങ്ങളെല്ലാം മറക്കുന്നു. അതുപോലെ തന്നെ ഇവിടേക്ക് കാരണമായി തീർന്നതിൻ്റെ ചില തിക്താനുഭവങ്ങൾ ഉണ്ടാകാം. പക്ഷേ ആ തിക്താനുഭവങ്ങളെല്ലാം സന്തോഷത്തിന് അനുഭവമായി മാറുന്നു. കാരണം കഴിഞ്ഞ നാളുകളിൽ അത്തരത്തിലുള്ള ചില കാര്യങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ടാണല്ലോ ഇവിടെ വരാനായിട്ട് സാധിച്ചത്. ഇവിടെ വന്നു കഴിയുമ്പോഴുള്ള ആ ഒരു ആത്മീയ ആനന്ദം, പരസ്പരമുള്ള അമ്മച്ചിമാരുടെ സ്നേഹ സഹകരണം, ആ സ്നേഹ പങ്കുവയ്പ്, കൂട്ടായ്മ, ഇതെല്ലാം ഇവിടെയുള്ള അമ്മച്ചിമാരെ ഒത്തിരിയേറെ മാനസികമായും ആത്മീയമായും അതുപോലെ തന്നെ ഭൗതികമായും നല്ല ഒരു സന്തോഷത്തിലേക്കും ആനന്ദത്തിലേക്കൊക്കെ നയിക്കാനായിട്ട് ഇടയായി തീർന്നു എന്നുള്ളത് വളരെ പ്രത്യേകമായിട്ടുള്ള ഒരു കാര്യമാണ്. മരിയ ശാന്തി ഓൾഡ് ഏജ് ഹോമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ 2003 ഫെബ്രുവരി 10 ഈ സ്ഥാപനത്തിന് തറക്കല്ലിട്ടത്. CMC അങ്കമാലി മേരിമാത പ്രൊവിൻഷ്യൽ കൗൺസിലിൻ്റെയും മുരിങ്ങൂർ ഡിവൈൻ ധ്യാന കേന്ദ്രം മാത്യു തടത്തിൽ അച്ഛൻ്റെയും സഹകരണത്തിലാണ്, ആഗ്രഹത്താലാണ് ഈ സ്ഥാപനം ഇവിടെ ആരംഭിച്ചത്. ഈ സ്ഥാപനത്തിൻ്റെ ലക്ഷ്യത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ വൃദ്ധരും അഗതികളും നിരാലംബരുമായ സ്ത്രീ ജനങ്ങൾക്ക് വേണ്ടിയാണ് ഈ സ്ഥാപനം ആരംഭിച്ചത്. വീടുകളിൽ ആരും നോക്കാനില്ലാത്തവരും ഏകസ്ഥരുമായി ജീവിക്കുന്ന പ്രായമുള്ള സ്ത്രീ ജനങ്ങളെ അവരുടെ വാർദ്ധക്യത്തിലും രോഗാവസ്ഥയിലും സഹായിക്കുക എന്നതാണ് ഈ സ്ഥാപനത്തിൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നത്. ഈ സ്ഥാപനത്തിൽ തുടക്കത്തിൽ 24 അംഗങ്ങളുമായിട്ടാണ് ആരംഭിച്ചത്. ഇന്നുവരെ 2024 നാം നോക്കുമ്പോൾ 200ഓളം സ്ത്രീ ജനങ്ങൾക്ക് ഇവിടെ അഭയം നൽകിയിട്ടുണ്ട്. ഈ സ്ഥാപനത്തിൻ്റെ അനുദിന പ്രവർത്തനങ്ങളെക്കുറിച്ച് പറയുകയാണെങ്കിൽ അനുദിന ദിവ്യബലിയോടുകൂടിയാണ് ഇവിടെ പ്രവർത്തനങ്ങൾ ആരംഭിക്കുക.
2 മണിക്കൂർ ആരാധന നടത്തുകയും ദിവസം മുഴുവൻ പ്രാർത്ഥനയുടെ അന്തരീക്ഷത്തിൽ കഴിയുവാൻ സാധിക്കുകയും ചെയ്യുന്നു എന്നതാണ് ഈ ഭവനത്തിൻ്റെ പ്രത്യേകത. ഭവനത്തിൻ്റെ ചെറിയ ചെറിയ ജോലികളിൽ അമ്മച്ചിമാർ സഹായിക്കുന്നു. ഈ ഭവനത്തിൻ്റെ അനുദിന പ്രവർത്തനങ്ങൾക്ക് എല്ലാവിധ സഹായങ്ങളും ചെയ്യുന്നത് ഡിവൈൻ ധ്യാന കേന്ദ്രമാണ്. അമ്മച്ചിമാർക്ക് വേണ്ട ഭക്ഷണം, വസ്ത്രം, മറ്റ് എല്ലാവിധ സൗകര്യങ്ങളും ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ നിന്നാണ് നൽകപ്പെടുന്നത്. അനുദിനമുള്ള ഇവരുടെ പ്രവർത്തനങ്ങളെ സഹായിക്കുന്നത് ഇവിടെയുള്ള ജനങ്ങളും സ്കൂളുകളിൽ നിന്നും മറ്റു സ്ഥാപനങ്ങളിൽ നിന്നും ഇവിടെ സന്ദർശനത്തിനായി വരുന്നവരുമാണ്. ഈ സ്ത്രീജനങ്ങളെ സംരക്ഷിച്ച് അവർക്ക് സ്നേഹവും സാന്ത്വനവും അഭയവും നൽകുക എന്നതാണ് ഈ സ്ഥാപനത്തിൻ്റെ ഏറ്റവും പ്രധാനമായ ലക്ഷ്യം. മേലൂർ സെൻറ്റ് ജോസഫ്സ് ഹയർ സെക്കൻഡറി സ്കൂളിലെ NSS വോളണ്ടിയേഴ്സ് മരിയ ശാന്തി ഭവനിൽ മേലൂരിലേക്ക് അമ്മച്ചിമാരെ ഒന്ന് കാണാനായിട്ട് കുറച്ച് നേരം അവരുടെ കൂടെ സ്പെൻഡ് ചെയ്യാനാണ് ഞങ്ങൾ വന്നത്. ഞങ്ങൾക്ക് ഒത്തിരി സന്തോഷമുണ്ട്. ഇത്രയും കഴിവുള്ള മിടുക്കികളായ അമ്മച്ചിമാരുടെ കൂടെ കുറച്ച് നേരം ഇങ്ങനെ സ്പെൻഡ് ചെയ്യാൻ സാധിച്ചതിൽ ഞങ്ങളെല്ലാവരും വളരെ ഹാപ്പിയാണ്. വോളണ്ടിയേഴ്സിന് വളരെ സന്തോഷമുണ്ട്. അവരവരുടെ കുറച്ച് ഡാൻസും പാട്ടും ഒക്കെ നിങ്ങളുടെ കൂടെ കളിക്കാനും നിങ്ങളോട് വർത്തമാനം പറയാനും നിങ്ങളോട് സന്തോഷം പങ്കുവെക്കാനും ഒക്കെയാണ് വന്നത്. എല്ലാവർക്കും സന്തോഷവും സമാധാനവും ആരോഗ്യവും ഒക്കെ ഉണ്ടാകട്ടെ എന്ന് നമുക്ക് ഈശ്വരനോട് പ്രാർത്ഥിക്കാം. ജീവിതകാലം മുഴുവൻ മക്കൾക്ക് വേണ്ടി സഹിഷ്ണുതയോടെ ജീവിച്ച അമ്മച്ചിമാരാണ്. അപ്പോൾ എല്ലാവിധ നന്മകളും എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. കർമ്മലനാഥേ വാഴ്ക, നിർമ്മല കന്യേ വാഴ്ക. കർമ്മലനാഥേ വാഴ്ക, നിർമ്മല കന്യേ വാഴ്ക. നിന്റെ മക്കൾക്ക് അഭയം നിരസിക്കരുതെന്നമ്മേ, നിരസിക്കരുതെന്നമ്മേ. ആ ആ ആ ഓ ഓ ഓ കർത്താവിനെന്നും അമ്മ, പാർത്തട്ടിലെന്നും നീ ധന്യ. കർത്താവിനെന്നും അമ്മ, പാർത്തട്ടിലെന്നും നീ ധന്യ. തപസർക്കെന്നും നീ മാർഗം, തനയരിൽ നിറയും ഭാഗ്യം. ആ ആ ആ ഓ ഓ ഓ കർമ്മലനാഥേ വാഴ്ക, നിർമ്മല കന്യേ വാഴ്ക. നിന്റെ മക്കൾക്ക് അഭയം നിരസിക്കരുതെന്നമ്മേ, നിരസിക്കരുതെന്നമ്മേ. സുരഭില സുന്ദര സ്തുതിഗാനങ്ങൾ സുതരിവരൊന്നായി പാടുമ്പോൾ, സുരഭില സുന്ദര സ്തുതിഗാനങ്ങൾ സുതരിവരൊന്നായി പാടുമ്പോൾ, സ്വർഗം തുറന്നു ശ്രവിക്കണമെന്നും കർമ്മലറാണി തായേ. സ്വർഗം തുറന്നു ശ്രവിക്കണമെന്നും കർമ്മലറാണി തായേ. ആ ആ ആ ഓ ഓ ഓ കർമ്മലനാഥേ വാഴ്ക, നിർമ്മല കന്യേ വാഴ്ക. നിന്റെ മക്കൾക്ക് അഭയം നിരസിക്കരുതെന്നമ്മേ, നിരസിക്കരുതെന്നമ്മേ, നിരസിക്കരുതെന്നമ്മേ. ഈ മരിയ ശാന്തി ഭവൻ എന്നുള്ള പേര് കേൾക്കുമ്പോൾ തന്നെ എൻ്റെ മനസ്സിൽ ഒരുപാട് സന്തോഷവും കടപ്പാടുമാണ് പൊങ്ങി വരുന്നത്.
എനിക്ക് ഈ സ്ഥാപനത്തിൻ്റെ ആശീർവാദ കർമ്മം തുടങ്ങി ഇതുമായി ബന്ധമുള്ളതാണ്. ആശീർവാദ കർമ്മത്തിലും പങ്കെടുക്കുവാനുള്ള ഭാഗ്യം എനിക്ക് അന്ന് ഉണ്ടായിരുന്നു. ഞാൻ വേറൊരു മഠത്തിൽ നിന്നാണ് ഇവിടെ വന്നത്. ആ കാലഘട്ടത്തിൽ എൻ്റെ മേൽനോട്ടത്തിലുണ്ടായിരുന്ന പല വിധത്തിൽ ഞാനുമായി ബന്ധപ്പെട്ട 6 പേരെ പല പല സമയങ്ങളിലായി ഈ ഭവനത്തിൽ അംഗങ്ങളായി ചേർക്കുവാനും ഒരു പരിധിവരെ ആ 6 പേരുടെയും ഉത്തരവാദിത്തങ്ങൾ ഞാനും കൂടി പങ്കെടുത്ത് നോക്കേണ്ടതായിട്ടുമുണ്ടായിരുന്നു. അതിൽ 3 പേർ മരിച്ചു. അവരുടെ മരണകർമ്മങ്ങൾ, സംസ്കാര കർമ്മങ്ങളിലും എല്ലാം പങ്കെടുത്തു. അന്ന് ഇവിടെ ആയിരുന്ന മേലധികാരികൾ എല്ലാ കാര്യങ്ങളും വളരെ ഭംഗിയായി സന്തോഷമായി ചെയ്തു. 2 പേരെ ഈ മേലൂർ പള്ളി സെമിത്തേരിയിൽ തന്നെയാണ് സംസ്കരിച്ചത്. ഒരാളെ കുടുംബക്കാർ വന്നു കൊണ്ടുപോകുവാനും ഇടയായി. ഇനി 3 പേർ കൂടി ഈ ഭവനത്തിൽ ഇപ്പോൾ സന്തോഷത്തോടെ ജീവിക്കുന്നുണ്ട്. ആ കാലഘട്ടം മുതൽ ഞാൻ പലതരത്തിലും ഈ ഭവനവുമായി ബന്ധപ്പെട്ട് വരേണ്ടതും പോകേണ്ടതുമായിട്ട് ഉണ്ടായിരുന്നു. ഇപ്പോൾ ഞാൻ ഈ ജോഭവൻ മഠത്തിലെ 6 വർഷമായി ഇവിടുത്തെ ഒരു അംഗമാണ്. ഈ കാലങ്ങളിലെല്ലാം അവിടുത്തെ അമ്മച്ചിമാരുമായി കൂടുതൽ ഇടപഴകുവാനും അവരുടെ സുഖാന്വേഷണം അന്വേഷിക്കുവാനുമൊക്കെ എനിക്ക് സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് വളരെ നന്ദിയാണ്. എല്ലാ ദിവസവും വിശുദ്ധ ബലിക്ക് വേണ്ടി ആ ഭവനത്തിലേക്ക് പോവുകയും അത് പങ്കെടുത്ത ശേഷം കുറേ പേരോടെങ്കിലും അതാത് ദിവസങ്ങളിലെ കുശലാന്വേഷണം നടത്തി സന്തോഷത്തോടെ പോരുക എൻ്റെ ഒരു സാധാരണ പതിവാണ്. ആരിൽ നിന്നും എനിക്ക് ഒരു ദുഃഖകരമായ വിഷമകരമായ പ്രതികരണങ്ങൾ അവിടുത്തെ ജീവിതത്തെപ്പറ്റി കാര്യമായിട്ടുണ്ടായിട്ടില്ല. അതാത് കാലഘട്ടത്തിലെ മേലധികാരികൾ അവരുടെ കാര്യങ്ങളിൽ വളരെ ശുഷ്കാന്തിയോടുകൂടി ശ്രദ്ധിക്കുകയും വേണ്ട സമയത്ത് ഭക്ഷണം പോലെ തന്നെ മരുന്നും മറ്റ് ചികിത്സാ ക്രമീകരണങ്ങളും മറ്റ് ആത്മീയ ശുശ്രൂഷകളുമെല്ലാം ഉത്തരവാദിത്വത്തോടും സന്തോഷത്തോടും കൂടി അവർ നടത്തിപ്പോരുന്നുണ്ടെന്നുള്ളത് എനിക്ക് അഭിമാനത്തോടു കൂടി പറയാൻ പറ്റും. ഞാൻ ഈ സ്ഥാപനത്തിൽ വരാനുണ്ടായ കാരണം അധ്യാപന ലോകത്തു നിന്ന് ഞാൻ റിട്ടയർ ചെയ്ത കാലഘട്ടത്തിൽ ഇവിടെ കോവിഡ് വന്നപ്പോൾ 10-50ഓളം അമ്മച്ചിമാരിവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇവരെ സംരക്ഷിക്കുവാൻ, ഇവരെ നോക്കുവാനായിട്ട് ആരും ഇല്ലാതിരുന്ന അവസരത്തിൽ ഞാൻ ഇവിടെ സന്തോഷത്തോടെ ഈ ഭവനത്തിലേക്ക് കടന്നു വന്നു. കാലത്തിൻ്റെ തികവിൽ ഇവിടെയുള്ള എല്ലാവർക്കും കോവിഡൊക്കെ വന്നപ്പോൾ അവരെ ശുശ്രൂഷിക്കുവാനും അവരെ പരിചരിക്കുവാനും എനിക്ക് സാധിച്ചത് എനിക്ക് വലിയൊരു സന്തോഷമായി ഞാനത് കാണുകയായിരുന്നു. മാത്രമല്ല പല വിധത്തിലും വേദനിക്കുകയും ഏകാന്തയിലും കഴിയുന്ന അമ്മച്ചിമാർക്ക് അനുദിനം ദിവ്യബലിയും ആരാധനയും അവരോടൊത്ത് പ്രാർത്ഥിക്കുന്നതും അവരുടെ ദുഃഖങ്ങളിൽ പങ്കുചേരുന്നതും എനിക്ക് ഒരു ആനന്ദമായി അനുഭവപ്പെട്ടു. ഇവിടെ എല്ലാ ശുശ്രൂഷകൾക്കും നേതൃത്വം നൽകുവാനും ഇവരുടെ ഏതൊരു ആവശ്യങ്ങളിലും സഹായിക്കുവാനും ഡിവൈനിൽ നിന്ന് എല്ലാ അച്ഛന്മാരും എപ്പോഴും സന്നദ്ധരായിരുന്നു. ഇവർക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ഡിവൈനിൽ നിന്ന് നടത്തി കൊടുക്കുവാനായിട്ട് യാതൊരു മടിയും ഇവർ കാണിക്കാറില്ല. ഇവിടുത്തെ അമ്മച്ചിമാരെല്ലാം സന്തോഷമായി ഇവിടെ ജീവിക്കുന്നു. കോവിഡ് കാലഘട്ടത്തിൽ തൻ്റെ പ്രിയപ്പെട്ടവരിൽ നിന്ന് കാണുവാനോ അവരെ ഒന്ന് ഫോൺ വിളിക്കുവാനോ ആരുമില്ലാതിരുന്ന അവസരത്തിൽ ഇവരുടെ കൂടെ സ്വന്തം എന്ന പോലെ ഇവർക്ക് സന്തോഷം പകർന്നു കൊടുത്തത് എൻ്റെ ജീവിതത്തിൽ മറക്കാനാവാത്ത ഒരു അനുഭവമായി തീർന്നു. ഇവരെ ശുശ്രൂഷിക്കുന്നതിൽ ഞാൻ ആനന്ദം കണ്ടെത്തുകയാണ്. വീട്ടിൽ ഉള്ള കാര്യങ്ങൾ നമ്മൾ ഒറ്റപ്പെട്ട് നിൽക്കുന്നു എന്നുള്ള വേദന നമ്മളറിയാതെ തന്നെ നമ്മുടെ മനസ്സിലൊക്കെ വരാറുണ്ട്. അത് എല്ലാവർക്കും ഉണ്ടാവാം. അപ്പോഴും എന്തെല്ലാം സുഖങ്ങൾ അനുഭവിച്ച് വീട്ടിൽ കഴിയുന്നതിനേക്കാൾ ഉപരി ഇതിനകത്ത് 84-ാം സങ്കീർത്തനത്തിൽ
10-ാം വാക്യം, അന്യസ്ഥലത്തായിരം ദിനങ്ങൾ എന്നതിനേക്കാൾ ഉപരി ദൈവത്തിൻ്റെ അങ്കണത്തിൽ ഏക ദിവസം അഭികാമ്യം. അതുപോലെ ഞങ്ങൾ ഈശോയുടെ കൂടെയാണ്. ഞങ്ങളെന്നുള്ള ആ നിർവൃതിയും ആ സന്തോഷവും ഞങ്ങളെ എല്ലാ ദുഃഖങ്ങളും മറന്ന് സന്തോഷമായിരിക്കാനും അങ്ങനെ നല്ല ഒരു ജീവിതം ഞങ്ങൾക്കിവിടെ ലഭിക്കുന്നുണ്ട്. അതിൽ ഞങ്ങളെല്ലാവരും സന്തോഷമുള്ളവരാണ്. എല്ലാ രീതിയിലും ഞങ്ങൾക്ക് സന്തോഷമായ കാര്യങ്ങൾ തന്നെയാണ് ഇവിടെ നടക്കുന്നത്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഞങ്ങളെ കാണാനായിട്ട് പല ആൾക്കാരും വരും. അപ്പോൾ അവർ സമയം കണ്ടതുപോലെ ഉച്ചഭക്ഷണം എങ്കിൽ അങ്ങനെ അവരെ ഒരേ നിയോഗങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കാനായിട്ട് ഞങ്ങളോട് പറയും. അതനുസരിച്ച് രാവിലെ എങ്കിൽ രാവിലെ, ഉച്ചയ്ക്ക്, വൈകുന്നേരം, അങ്ങനെ പല സമയങ്ങൾക്കനുസരിച്ചുള്ള കാര്യങ്ങളും പിന്നെ ഡ്രസ്സ് വരെ കൊണ്ടു തരാറുണ്ട്. പിന്നെ ഗുളികയൊക്കെ രോഗികൾക്കുള്ള മരുന്ന് ഡിവൈൻ തന്നെ ഓരോരുത്തർക്കും ബുക്ക് വെച്ചിട്ടുണ്ട്. അതനുസരിച്ചുള്ള മരുന്നുകളൊക്കെ അവിടെ നിന്ന് ഇങ്ങോട്ട് കൊടുത്തേക്കും. പിന്നെ ഡിവൈൻ എന്ത് തന്നെ വേണമെങ്കിലും അവിടെ അറിയിച്ചാൽ അതിനുള്ള പരിഹാരങ്ങളെല്ലാം ഡിവൈൻ തന്നെ ചെയ്തു തരും. എന്തെങ്കിലും ഇവിടെ മിസ്റ്റേക്കായിപ്പോയി, കറണ്ടിൻ്റെ ആയാലും വെള്ളത്തിൻ്റെ ആയാലും എല്ലാം അവർ വന്ന് ഉടനെ ശരിയാക്കി തരികയും ഞങ്ങളുടെ അമ്മമാരും ഞങ്ങളെ നോക്കുന്നതിൽ ഞങ്ങൾ വളരെ സംതൃപ്തരാണ്. എല്ലാ രീതിയിലും ഞങ്ങൾ നന്നായി ജീവിക്കുന്നതിനകത്ത്. നന്മ നേരുമമ്മ വിണ്ണിൽ രാജകന്യ ധന്യ സർവവന്യ മേരി ലോകമാതാ കണ്ണിലുണ്ണിയാകും ഉണ്ണിയേശു തൻ്റെ അമ്മയായ മേരി ലോകമാതാ മാതാവേ മാതാവേ മണ്ണിൽ ദീപം നീയല്ലോ നിത്യസ്നേഹധാര ആശാപൂരം നീയേ ആശ്രയതാരം നീയേ പാരിൽ തായ നീയേ മേരി ലോകമാതാ. അപ്പം ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമുണ്ട്. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങൾക്കും കൂടെ വേണ്ടി പ്രാർത്ഥിക്കാമോ? ഞങ്ങൾ പ്രാർത്ഥിക്കാം നിങ്ങളുടെ ആരോഗ്യത്തിനും സന്തോഷത്തിനും ഒക്കെ. എല്ലാവരും നല്ല ഹാപ്പി ആയിട്ടിരിക്കണം കേട്ടാ. ഞങ്ങൾ വന്നിട്ട് സന്തോഷമായ നിങ്ങൾക്ക്? അപ്പം ഞങ്ങൾ ഇടയ്ക്ക് വരാം. അപ്പം എല്ലാവർക്കും നന്ദി. ഓണം, ക്രിസ്മസ് ഇങ്ങനെയുള്ള പ്രത്യേക ദിവസങ്ങളിൽ ആ ഭവനത്തിൽ വളരെ ആഘോഷമാണ് ഞാൻ കണ്ടുവരുന്നത്. അങ്ങനെ വളരെ സന്തോഷകരമായ ഒരു ജീവിതാനുഭവമാണ് അവരോടൊപ്പം എനിക്കും ഇവിടെ ഉള്ളത്. അതിലെനിക്കും എൻ്റെയും ഈ വാർദ്ധക്യ സാഹചര്യത്തിൽ അവരുമായുള്ള ഇടപെടൽ എനിക്കേറെ സന്തോഷവും സംതൃപ്തിയും പകരുന്നുണ്ട്. അവരെ കേൾക്കുവാനും അവരുടെ ദുഃഖങ്ങളിൽ കുറച്ചെങ്കിലും ആശ്വസിപ്പിക്കുവാനും സാധിക്കൂ എന്നത് എൻ്റെ ഒരു വലിയ സന്തോഷത്തിൻ്റെ അനുഭവമാണ്. എന്നാൽ സാധിക്കുന്ന രീതിയിലെല്ലാം ഞാൻ അവരോട് നന്നായി പെരുമാറുകയും സാധിക്കുന്ന രീതിയിൽ അവരുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കുകയും ഇപ്പോഴും ചെയ്യുന്നുണ്ട്. ഇപ്പോഴത്തെ മേലധികാരികൾ, ആ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന മേലധികാരികൾ ഒരുപാട് സ്നേഹത്തോടെ നന്ദിയോടെ അവരോട് പെരുമാറി വരുന്നത് ഞാൻ ആ സിസ്റ്റേഴ്സിനോട് നേരിട്ട് പറയുകയും അവരെ അഭിനന്ദിക്കുകയും ചെയ്യുന്നുണ്ട്. അവിടുത്തെ പ്രവർത്തന ശൈലിയിൽ ഞാൻ അഭിമാനം കൊള്ളുന്നു. ഞാൻ ആ സ്ഥാപനത്തിന് വേണ്ടിയും അവിടുത്തെ അംഗങ്ങൾക്ക് വേണ്ടിയും അതിൻ്റെ നിലനിൽപ്പിന് വേണ്ടിയും വളരെ ആത്മാർത്ഥതയോടെ പ്രാർത്ഥിക്കുകയും അതേപ്പറ്റി അഭിമാനിക്കുകയും ചെയ്യുന്നു. ആത്മീയ കാര്യങ്ങൾക്ക് ഡിവൈനിലെ അച്ഛന്മാർ
അവരുടെയും ഞങ്ങളുടെയും മേൽനോട്ടം വഹിക്കുകയും ഞങ്ങൾക്ക് ആവശ്യമായ ഈ ഭവനത്തിനും കൂടി ആവശ്യമായ എല്ലാ സഹായ സഹകരണങ്ങളും ആത്മീയ ശുശ്രൂഷകളും ബഹുമാനപ്പെട്ട വൈദികരുടെ ഉത്തരവാദിത്തോട് ചെയ്തു തരുന്നതിൽ ഞങ്ങൾക്ക് ഏറെ നന്ദിയും അവരോട് കടപ്പാടുമുണ്ട്. ഈ മരിയ ശാന്തി ഭവൻ്റെ ദൈവികമായ ഇടപെടൽ, ദൈവികമായ ചൈതന്യം, അത് ഇപ്പോൾ അനേകം വർഷങ്ങൾ പിന്നിട്ട് നിൽക്കുമ്പോൾ ഇവിടെയുള്ള അമ്മച്ചിമാരെല്ലാം നിരന്തരം ലോകത്തിന് വേണ്ടി, വചന ശുശ്രൂഷ മേഖലയിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് വേണ്ടി, ഡിവൈൻ ധ്യാന കേന്ദ്രത്തിന് വേണ്ടി, വൈദികർക്ക് വേണ്ടി, സിസ്റ്റേഴ്സിന് വേണ്ടി, അതോടൊപ്പം തന്നെ കുടുംബങ്ങളിൽ വേദനിക്കുകയും നൊമ്പരപ്പെടുകയും ചെയ്യുന്നതായ എല്ലാ അമ്മമാർക്കും വേണ്ടി നിരന്തരം പ്രാർത്ഥിക്കുന്ന ഒരു ചൈതന്യം അവിടെ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. സ്നേഹമുള്ളവരെ, ഈ മരിയ ശാന്തി ഭവൻ്റെ പ്രവർത്തനം ദൈവം ഇനിയും വളരെ നല്ല രീതിയിൽ ഏറ്റെടുത്ത് നയിക്കട്ടെ എന്ന് നമുക്ക് പ്രത്യേകമായിട്ട് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാം. ഇവിടെയുള്ള എല്ലാ അമ്മച്ചിമാരെയും ദൈവം ഇനിയും നല്ല ആരോഗ്യം നൽകി, നല്ല സന്തോഷം നൽകി, നല്ല ദൈവിക ചൈതന്യം നൽകി അവരെ കർത്താവ് വഴി നടത്തട്ടെ. ഇവിടെ ശുശ്രൂഷ ചെയ്യുന്ന CMC സിസ്റ്റേഴ്സിന് നാളിതുവരെ അവർ ചെയ്തതുപോലെ ഇനിയും കൂടുതൽ തീഷ്ണതയോടെ, ഒട്ടും തന്നെ തീഷ്ണതയിൽ കുറവ് കൂടാതെ അത് നിർവഹിക്കാനുള്ള ദൈവാനുഗ്രഹം പ്രത്യേകമായിട്ടും കർത്താവ് നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ടും പ്രാർത്ഥിക്കുകയാണ്. ഈ നിമിഷം ലോകത്തിൻ്റെ വിവിധങ്ങളായ ഭാഗങ്ങളിൽ പ്രായമായ അമ്മച്ചിമാർ ഒന്നിച്ചായിരിക്കുന്ന ആ ശുശ്രൂഷ കേന്ദ്രങ്ങളെല്ലാം അവിടെ നോക്കുന്ന സിസ്റ്റേഴ്സായിട്ടുള്ളവർ, അച്ഛന്മാരായിട്ടുള്ളവർ, അതുപോലെ തന്നെ അൽമാരായിട്ടുള്ളവർ, അതുപോലെ തന്നെ കുടുംബജീവൻ നയിക്കുന്നവർ, ഇങ്ങനെ ഒത്തിരിയേറെ ആൾക്കാർ ഈ പ്രായമായ അമ്മച്ചിമാരെ സ്വീകരിച്ച് സന്തോഷത്തോടെ ശുശ്രൂഷ ചെയ്യുന്ന ശുശ്രൂഷ കേന്ദ്രങ്ങളുണ്ട്. ആ ശുശ്രൂഷ കേന്ദ്രങ്ങളെല്ലാം പ്രത്യേകമായിട്ട് ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുകയാണ്. മരിയ ശാന്തി ഭവൻ പോലെ ആ മറ്റ് ഭവനങ്ങളെല്ലാം ദൈവം സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രൈസ് ദി ലോർഡ്.